നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ്. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. കുടുംബത്തിന്റെ നിയോഗങ്ങൾ പറയുക സഹോദരങ്ങളെ. നിയോഗങ്ങൾ എന്ന് വെച്ചാൽ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ, ഇന്നത്തെ ആവശ്യങ്ങൾ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥനയിലേക്ക് പോകുന്നു. അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക്. ഇത് വലിയൊരു മഹാ ബ്ലെസ്സിങ് ആയിട്ട് കരുതണമേ. കാര്യം ഇങ്ങനെ എല്ലാ ദിവസവും ഒരു അനുഗ്രഹം കിട്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് പോകാൻ കഴിയണത് ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ്. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം ജനുവരി 11-ാം തീയതി ശനിയാഴ്ച എല്ലാ മക്കളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്നത്തെ എല്ലാ ജീവിതത്തിലും ഇന്നത്തെ യാത്രാ ജീവിതമുണ്ട്. പല മക്കളും ഈ ദിവസങ്ങളിൽ റോഡിൽ ജീവിക്കുന്നവരാണ്. വണ്ടിയെ തന്നെ ചിലരൊക്കെ അവരുടെ ജീവിതം റോഡിലായിരിക്കും. റോഡിൽ ജീവിക്കുന്ന അനേകം പേരുണ്ട്. മാസങ്ങളൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴും ബ്ലോഗർമാരൊക്കെ ഉണ്ട് മാസങ്ങളോളം റോഡിൽ ജീവിക്കുന്നവർ. അല്ല, നേരത്തെ ലോറി ഡ്രൈവർമാരുണ്ടാവും. അവരുടെ ജീവിതവും റോഡിൽ തന്നെയാണ്. നമ്മളുടെയൊക്കെ പലരുടെയും ജീവിതം റോഡിലാണ്. അതുകൊണ്ട് തന്നെ റോഡ് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഭാഗമാണ്. റോഡിൽ സഞ്ചരിക്കേണ്ടി വരുന്ന എല്ലാ സാഹചര്യങ്ങളെയും കർത്താവേ നിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ചെറിയ വാഹനങ്ങൾ തൊട്ട് വലിയ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. തിരക്കിൽ സഞ്ചരിക്കുന്നവരുണ്ട്. ഈശോയെ, സഞ്ചരിച്ച് കഴിയുമ്പോൾ തിരക്ക് കൂടി വരികയും നമ്മൾക്ക് എത്തേണ്ട സ്ഥലത്ത് സമയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാകുകയും നമ്മുടെ കൺട്രോൾ പോവുകയും ചെയ്യുന്ന സമയമുണ്ട്. കർത്താവേ, അങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളിലും എതിരെ വരുന്ന വാഹനങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. കുറുകെ വരുന്ന വാഹനങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യാത്ര തുടങ്ങി തിരിച്ച് വീട്ടിലെത്തുന്നതുവരെ സ്വസ്ഥവും സുരക്ഷിതവും സമാധാനത്തോടെ തിരിച്ചെത്താൻ നിങ്ങളുടെ യാത്രകളെ പരിശുദ്ധമ്മ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. നിങ്ങളുടെ വാഹനങ്ങളെ ഏൽപ്പിക്കുന്നു. അത് കൈകാര്യം ചെയ്യുന്ന എല്ലാ സമയങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കാരണം. പിന്നെ നിങ്ങളുടെ യാത്രയുടെ ലക്ഷ്യങ്ങൾ 100 പേരുണ്ടെങ്കിൽ 100 ലക്ഷ്യങ്ങളിലേക്കാണ് യാത്ര ചെയ്യണത്.
ചിലപ്പോൾ അവിടെ കഴിവ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കാം. അമിതമായി അവിടെ കഴിവിനെ ആശ്രയിക്കും. അത് നടക്കാതെ വരുമ്പോൾ നമ്മുടെ ദിവസവും പോകും, സമയവും പോകും. കർത്താവെ, യാത്രകൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് യാത്ര ചെയ്യാനുള്ള കൃപ അങ്ങനെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പോകുന്ന സ്ഥലങ്ങളിൽ ഇടപെടുന്ന വ്യക്തികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, സംസാരിക്കുന്ന വർത്തമാനങ്ങൾ എല്ലാം ഇന്ന് പരിശുദ്ധ ദേവമാതാവിൻ്റെ മാധ്യസ്ഥത്തിലെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഉദ്യമങ്ങൾ നീ അനുഗ്രഹിക്കണമേ, ഉദ്യമങ്ങൾ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പരിധി നിൽക്കാത്ത വിഷയങ്ങളെ നീ ഏറ്റെടുക്കുകയും ഞങ്ങളെ സന്ധിക്കുകയും ചെയ്യണമേ. കർത്താവ്, ഞങ്ങൾക്കുണ്ടാകുന്ന ചില ക്ലേശങ്ങളെ വിശ്വാസം വർദ്ധിപ്പിക്കാനും പ്രാർത്ഥന എരിവുള്ളതാക്കാനും ദൈവത്തിൽ ആശ്രയിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, എല്ലാ അനുഭവങ്ങളിലൂടെയൊക്കെ കർത്താവിലേക്ക് ഞങ്ങൾ തിരിച്ചെത്തുവാനുള്ള കൃപയായി ഞങ്ങളെ വിവേചിക്കുകയും നയിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സാമ്പത്തിക വിഷയങ്ങൾ കർത്താവിൻ്റെ ദൃശ്യനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യ വിഷയങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖലയിൽ പോകുന്നവർ, സാമ്പത്തിക സ്ഥാപനങ്ങളിൽ പോകുന്നത്, സാമ്പത്തിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നത്, ആരോഗ്യ പരിപാലനത്തിനായി പോകുന്നത്, ആശുപത്രി പോകുന്നവർ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ്, ജീവിത ഉദ്യമങ്ങൾക്ക് വേണ്ടി ഓരോ വ്യക്തികളെ കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ നീ ആശ്രയിക്കുന്നു. ശനിയാഴ്ചയുമായിട്ട് പേരക്ക് സ്ഥാനം കാണുന്ന ദിവസങ്ങളുണ്ട്, സ്ഥാനം കാണുന്നവരുണ്ട്, പെരുപണി തുടങ്ങുന്നവരുണ്ട്, അടുക്കളപ്പണി വർക്ക് ചെയ്യാൻ തുടങ്ങുന്നവരുണ്ട്. അങ്ങനെ പല പുതിയ ഉദ്യമങ്ങൾ തുടങ്ങുന്നത് ആൾക്കാർ ശനിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എല്ലാ ഉദ്യമങ്ങളെയും, കടകമ്പോളങ്ങൾ നടത്തുന്നവരുണ്ട്, പുതുതായിട്ട് കട ആരംഭിക്കുന്നവരുണ്ട്, പുതുതായിട്ട് തൊഴിലിടുന്നവരുണ്ട്. കർത്താവെ, പലതരത്തിൽ ഈശോയെ ചാലും കാവൽക്കാരും മീൻ വളർത്തുന്നവരും മീൻ പിടിക്കുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. അവിടെ ഉദ്യമങ്ങളെല്ലാം നീ ആശീർവദിക്കണ കർത്താവ്. ചാലുകളിൽ മീൻ ചത്തുപോകുന്നതായിട്ട് പരാതി പറയുന്നവരുണ്ട്. അങ്ങനെയുള്ള എല്ലാ മക്കളെയും അതുകൊണ്ട് എന്തുകൊണ്ടാണോ ഞങ്ങൾ ജീവിക്കുന്നത് ആ ജീവിത മേഖലകളിൽ നീ ഇപ്പോൾ ആശീർവദിക്കണം. അതിൻ്റെ ദോഷ തടസ്സങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. യേശു സ്തോത്രം, യേശു നന്ദി, യേശു ആരാധന. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പിന്നെ ഉണ്ടല്ലോ, നമ്മൾ എന്നും കൊന്നും ഇങ്ങനെ വിശ്വാസികളായാൽ മാത്രം മതിയോ? കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ വളരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം കേവല വിശ്വാസികളാകും, കേവല വിശ്വാസികൾ പിന്നെ സാക്ഷികളാകും, സാക്ഷികൾ പിന്നെ ശിഷ്യന്മാരാകും, ശിഷ്യന്മാർ പിന്നെ അപ്പോസ്തലന്മാരാകും. അങ്ങനെ ആത്മീയ വളർച്ചയ്ക്ക് വ്യത്യസ്തമായ ഘട്ടങ്ങളുണ്ട്. അല്ലാതെ 60 വയസ്സാകുമ്പോഴും ഒരു വിശ്വാസിയായിട്ട് ജീവിച്ചിട്ട് ഒരു കഥയുമില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കട്ടയമ്പടം മടക്കി ഇവിടുന്ന് വണ്ടി വിട്ട് പോകേണ്ടി വരും. അപ്പോൾ ഒരു വിശ്വാസിയായിട്ടാണ് പോണത്. അങ്ങനെയല്ല, കർത്താവ് ശിഷ്യന്മാരായിട്ട് പോകണം. അത് കർത്താവ് അങ്ങനെ തിരിച്ചാണ് ആൾക്കാരെ കാണുന്നതേ. ചിലപ്പോൾ ഈശോ പറയത്തില്ലേ, അവർ രഹസ്യമായി ഈശോ പഠിപ്പിക്കായിരുന്നവരെ. കാരണം ആൾക്കാർ പൊതുവായിട്ടുള്ളപ്പോൾ ജനങ്ങളോട് പറയുന്ന കാര്യങ്ങളല്ല കർത്താവ് ശിഷ്യന്മാരോട് പറയണത്. ശിഷ്യന്മാരോട് പറയാൻ വേണ്ടി മാത്രം ഈശോ രഹസ്യമായിട്ട് ഇവരെ ചില സ്ഥലങ്ങളിൽ കൊണ്ടുപോവുകയും ശിഷ്യത്വത്തിൻ്റെ പണിശാലകളുടെ വലിയ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇവരെല്ലാം ഒരുപോലെ ഇരിക്കുമെന്നാണ് നിങ്ങൾ കരുതണത്? ഒരിക്കലുമല്ല. അതുകൊണ്ട് സന്തോഷത്തോടെ സാക്ഷ്യം, ബൈബിളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സന്തോഷത്തോടെ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞാൽ, ക്രിസ്തുവിന് വേണ്ടി, വചനത്തിന് വേണ്ടി അല്പം തേങ്ങ സഹിക്കുമ്പോൾ സന്തോഷം തോന്നിയാൽ നീ ശിഷ്യനാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഒരു ഭാഗമുണ്ട് ബൈബിളിൽ. കർത്താവിൻ്റെ ക്ലേശം അനുഭവിക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നണം. 5:41 അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5:41. അപ്പോസ്തല പ്രവർത്തനം 5:41. അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. ഇപ്പം ചില സമയത്തൊക്കെ വീട്ടിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലും ബൈബിൾ വായിക്കുന്നപ്പോൾ ഒരു പുണ്യാളത്തി ഇരിക്കുന്നു എന്നാൽ പള്ളിയിൽ അച്ചോണ്ട് പറഞ്ഞിട്ട് രൂപക്കൂട് വാങ്ങിച്ചു തരാമെന്ന് ആക്ഷേപിക്കും. നമുക്കത് സന്തോഷമാണ്. കർത്താവിൻ്റെ നാമത്തിൽ ചെറിയ വീട്ടിൽ നിന്നാണ് ആദ്യത്തെ ചെറിയ ആക്ഷേപങ്ങളേക്കണം, പിന്നെയാണ് പുറത്തുനിന്ന് ഏൽപ്പിക്കണത്. ആദ്യം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടണം. അപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം തോന്നണം. അപ്പോൾ എൻ്റെ അർത്ഥം എന്താണ്? നീ വിശ്വാസി എന്നതിൽ നിന്ന് നീ ഒരു ശിഷ്യനായിട്ട് കർത്താവ് നിന്നെ ഉയർത്തിയെന്നാണ്. സന്തോഷം തോന്നിയാലേ ആ ശിഷ്യനാകത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്കും ആ വൈരാഗ്യമാണ് തോന്നണമെന്നുണ്ടെങ്കിൽ നിരാശ, ഞാനീ പരിപാടിക്ക് പോയിട്ടാണല്ല ആൾക്കാരെ കളിയാക്കണത് എന്ന് നിർത്തി കളയാമെന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വാസിയേക്കാൾ താഴ്ന്നു പോകും. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം. ആഹ്ലാദമാണ് നമുക്ക് വേണ്ടത് എപ്പോഴും. ഓരോ ദിവസവും
ഞാൻ വിശ്വാസ നിലവാരത്തിൽ നിന്ന് ശിഷ്യന്റെ നിലവാരത്തിലേക്ക് നമ്മളത് 5:11 വായിച്ച്, മത്തായിയുടെ സുവിശേഷം 5:11-12 വായിച്ച്. എന്നെ പ്രതി, കണ്ട, എന്നെ ഈശോയെ പ്രതി, എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അപ്പൊ നിത്യത എന്ന് പറഞ്ഞ സന്തോഷത്തിന്റെ കാര്യമാണെന്ന് ഈശോ പറയണത്. അപ്പൊ നമ്മുടെ അനുദിന ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കണം, മാത്രമല്ല സന്തോഷം, നിത്യതയാണ് ഒരു ദൈവവൈദ്യന്റെ സന്തോഷം. അപ്പോൾ നിങ്ങൾ കർത്താവിനെ പ്രതി ആരോപണങ്ങളെ നമ്മൾ കേൾക്കുമ്പോൾ ആഹ്ലാദിച്ച് ഉല്ലസിക്കണം. എന്താണ്? സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കുമെന്ന്. അപ്പോൾ നിത്യതയോട് സന്തോഷിക്കാനാണ് പറയണത്. അനുദിന ജീവിതത്തിലെ സുവിശേഷത്തിനെ പ്രതി നമ്മൾ കേൾക്കുന്ന ക്ലേശം കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നണം. ചിലപ്പോൾ പള്ളിയിലച്ചന്മാർ തന്നെ ചിലപ്പോൾ നമ്മൾ ആക്ഷേപിച്ചെന്ന് വരും. കരിസ്മാറ്റുകാരൊക്കെ വരുമ്പോൾ എന്തുമാത്രം ആക്ഷേപങ്ങളാണ് പള്ളിയിൽ പരസ്യമായിട്ടൊക്കെ അവർക്കെതിരെ ചില അച്ഛന്മാർ അൽത്താരെ പറഞ്ഞിട്ടുള്ളത്. അവർ ഇരുത്തിക്കൊണ്ട് ഉരുക്കി കളഞ്ഞിട്ടില്ലേ? എന്നിട്ടും അവരെല്ലാം അതിനെ അതിജീവിച്ചുകൊണ്ട് അവർ സഭയിൽ വലിയ സുവിശേഷം വരെ ചെയ്തില്ലേ? കാര്യം എന്താണ്? അവർ അഭിഷേകം കിട്ടിയ അവർക്ക് അഭിഷേകം കിട്ടിയപ്പോഴാണ് ഇങ്ങനെ ആക്ഷേപം കേൾക്കുമ്പോൾ ആനന്ദമുണ്ടാകണത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങയെക്കുറിച്ച് ഞങ്ങൾ ആക്ഷേപിക്കപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ആനന്ദമുണ്ടാകുവാൻ ആവശ്യമായ അഭിഷേകം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അപ്പൊ ഈ ഒരു ചെറിയ കാര്യങ്ങൾ ഓർക്കുക. കർത്താവിനെ കുറിച്ച് ആക്ഷേപങ്ങള് ദൈവവേല ചെയ്യുമ്പോൾ പ്രാർത്ഥനയെ പ്രതിയോ ആധ്യാത്മിക ജീവിതത്തെ പ്രതിയോ നമ്മുടെ തള്ളിപ്പറച്ച് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകണം. അപ്പം നമ്മൾ വിശ്വാസയുടെ നിലവാരത്തിൽ നിന്ന് നമ്മൾ സാക്ഷിയുടെയും ശിഷ്യൻ്റെ നിലവാരത്തിലേക്ക് ഉയരണം. അങ്ങനെ ദൈവം നിങ്ങൾ ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ചങ്കം കരളും എടുത്ത് സൂക്ഷിച്ച് അസ്രിയാസും തോബിയാസും കൂടി പിന്നെയും യാത്രയാകും. അപ്പോഴവരെ പോകുന്ന വഴിക്ക് രാത്രിയാകുമ്പോൾ റഗ്വേൽ എന്നും പറഞ്ഞ ഒരാളിൻ്റെ വീട്ടിൽ കയറും. റഗ്വേൽ ബന്ധമുള്ള ആളാണ്, ചർച്ചക്കാരാ. പക്ഷെ രാത്രിയായി, പോകേണ്ട സ്ഥലം ഇനിയും പോകാനുണ്ട്. പക്ഷെ രാത്രി ആയതുകൊണ്ട് യാത്ര നടക്കാത്ത കൊണ്ട് ഇവർ ഈ മത്സ്യത്തിനെ ചുട്ടു തന്നിട്ട് ചങ്കം കരളും എടുത്തുകൊണ്ട് യാത്രയാകും. റഗ്വേലിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് വിഷയം. റഗ്വേലിൻ്റെ മകളാണ് സാറ. അവൾ ശരിക്കും പറഞ്ഞാൽ ദൈവം ഈ തോബിയാസിന് വേണ്ടി നിശ്ചയിച്ചിരുന്ന ജീവിത പങ്കാളിയാണ്. ദൈവഹിതപ്രകാരമല്ലാതെ അവൾ കല്യാണം കഴിച്ച് 7 ഭർത്താക്കന്മാർ മരിച്ചിരിക്കണതാണ്. അതേക്കുറിച്ചൊക്കെ ബൈബിളെല്ലാം രസകരമായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ റഗ്വേലിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അസറിയാസ്, ഈ ദൂതൻ പറയും, ഇത് നിൻ്റെ ജീവിത പങ്കാളിയാണ്, അവളെ കല്യാണം കഴിക്കാൻ നിനക്ക് തടസ്സമില്ലെന്ന് പറയും. അപ്പോൾ റഗ്വേലിനെ സാറായുടെ അപ്പനെ അത് ബോധ്യമാകും. അപ്പോൾ സാറ കരഞ്ഞുകൊണ്ട് പറയും, എന്നെ കല്യാണം കഴിക്കരുത്, കാര്യം ഇന്ന രീതിയിൽ മരിച്ചിട്ടുള്ളതാണ് ഭർത്താക്കന്മാർ. കാര്യം തുറന്നു പറഞ്ഞ കണ്ടില്ലേ? വിവാഹത്തിൽ എന്തെങ്കിലും ഒരു പരാധീനത ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിനാണ് പ്രാധാന്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ തുറന്ന് പറയണം. കഴിക്കണമെങ്കിൽ കഴിക്കണം, അല്ലെങ്കിൽ കഴിക്കണം, ദൈവത്തിന് തീരുമാനിച്ചായിരിക്കണത്. ഇപ്പോൾ ഇവിടെ സാറ കാര്യം തുറന്ന് പറയുകയാണ്. എന്താ പറയണത്? എൻ്റെ ഭർത്താക്കന്മാർ കെട്ടിയവരെല്ലാം അന്ന് രാത്രി തന്നെ മരിച്ചു വീണിട്ടുണ്ട്, എൻ്റെ ഒരു അവസ്ഥ അതാണ്. അപ്പോൾ റഗ്വേലിന് അസ്രിയാസ് പറയും, ഇല്ല, ഇത് ദൈവഹിതമാണ്, നിൻ്റെ ഭർത്താക്കന്മാരെ കൊന്നിട്ടുള്ള ഭൂതത്തെ ഞാൻ ഉച്ചാടനം ചെയ്യുമെന്ന് പറയും. എന്നിട്ട് അസ്രിയാസ് തോബിയാസിനോട് പറയും, കല്യാണ രാത്രിയിൽ നീ പിടിച്ച മത്സ്യത്തിൻ്റെ ചങ്കും കരലും എടുത്ത് ഇപ്പം നെരിപ്പോടിലിട്ട് പുകക്കാൻ പറയും. അത് പുകച്ചു കഴിയുമ്പോൾ ഈ ഭൂതം ഉച്ചാടനം ചെയ്യപ്പെടും. അതായത് എന്ത് തിന്മയുണ്ടെന്നുണ്ടെങ്കിലും കർത്താവിൽ നമ്മൾ വിശ്വസിക്കുന്ന വ്യക്തിയാണോ, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധയും നിന്നെ ഏൽക്കുകയില്ല. 91 സങ്കീർത്തനം 7-ാം തിരുവചനം. സങ്കീർത്തനം 91:7. നിന്റെ പാർശ്വങ്ങളിൽ നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000 എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. അതായത് ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണമായ പ്രൊട്ടക്ഷനാണ് ഉള്ളത്.
അതാണ് ഞാൻ എപ്പോഴും ഉടമ്പടി കർക്കശമായിട്ട് പാലിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. ഉടമ്പടിയിൽ എന്താണ് 14:9 തോബിയാസ് പറയണത്? കർത്താവിൻ്റെ നിയമവും കർത്താവിൻ്റെ പ്രമാണങ്ങളും പ്രവാചക ഗ്രന്ഥങ്ങളും അനുസരിച്ച് ജീവിക്കുന്നൊരു ജീവിതം മത്സ്യം വിഴുങ്ങാൻ വന്നാലും, അതുപോലെ തന്നെ പിശാച് ഭർത്താക്കന്മാരെ കൊല്ലുന്ന സ്ത്രീയെ കല്യാണം കഴിച്ചാലും ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം ഉണ്ടാകും. അതായത് ഉടമ്പടി നമുക്ക് നൽകുന്ന സംരക്ഷണം നിസ്സാരമല്ല. സെലുവിൻ്റെ സാക്ഷ്യത്തിൽ കേൾക്കുന്നത് എന്താണ്? അണലി ഒരു ദിവസം, രണ്ടാമത്തെ ദിവസം ശംഖ് വരെ, മൂന്നാമത്തെ ദിവസം മൂർക്കരിങ്ങനെ കയറി ഇറങ്ങി പോവുകയാണ്. അവളെന്താ ചെയ്യണത്? അവളൊന്നും ചെയ്തില്ല. അവൾ ചെയ്തിട്ടിരിക്കണത് കൃപാസനത്തിൽ നിന്ന് മണ്ണെടുത്ത് ഇവിടെ വന്നു വെച്ചു. വർഷങ്ങളായിട്ടുള്ള പാമ്പ് ശല്യമാണേ. മണ്ണെടുത്തിട്ട് എന്ത് ചെയ്ത് ഉടമ്പടി ഉപ്പുമായിട്ട് കലർത്തി അത് സ്വന്തമായിട്ട് ചെയ്യണേ, ആരും പറഞ്ഞു കൊടുക്കണമല്ല. ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവ പൈതലിന് ദൈവമായിട്ട് ജീവിച്ച് കഴിയുമ്പോൾ പരിഹാര മാർഗ്ഗങ്ങൾ സ്വന്തം മനസ്സിൽ തന്നെ ദൈവം കൊടുക്കും. അവളെന്ത് ചെയ്ത് ആ ഉപ്പ് കൊണ്ടുവന്ന് വെയിലിൽ മുഴുവൻ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് വെയിലിക്ക് മുഴുവൻ ഉപ്പ് തുളി. കാര്യം അവർക്ക് ആപ്പടെ 5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ, ചുറ്റോടിയിട്ടുള്ള കാടാണ്. അത് നാട്ടുകാരുടെ പുരയിടമാണ്. ആ നാട്ടുകാർ ഇവിടുന്ന് ഇവിടെയെങ്കിലും ഇല്ല. അപ്പോൾ അവരുടെ കാട് വെട്ടാനും പറയത്തില്ല. നമ്മളെ കയറി വെട്ടിയാൽ കേസും ആകും. പാമ്പാണെങ്കിൽ പാമ്പിന് പുരയിടത്തെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാത്ത കാരണം പാമ്പ് ഇതിൻ്റെ പേരിൽ കാട്ടിൽ നിന്ന് കയറണ പോലെ നമ്മുടെ വീട്ടിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു ഗതികെട്ട ജീവിതമാണെന്ന് നോക്കിയേ. അപ്പോൾ അവൾ ചെയ്തിരിക്കണത് എന്താണ്? അവൾ ഉടമ്പടി ജീവിച്ചിട്ട് മണ്ണ് വാരി കൊണ്ടുപോയിട്ട് ഉപ്പുമായിട്ട് കലർത്തിയിട്ട് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് വെയിൽ 4 അതിരിനും വിശ്വാസപ്രമാണം ചൊല്ലി ഇത് പ്ലേസ് ചെയ്യും. ഇതാണ് വിശ്വാസ പ്രയോഗം എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? ഉടമ്പടി തൈലം കൊണ്ടുവന്നിട്ട് ഇരുമ്പ് ഗേറ്റിൻ്റെ ഒരു കുരിശിടും. കർത്താവിൻ്റെ ഭവനമാണിത്, ഇവിടെ പ്രവേശിക്കരുതെന്ന് പറയും. അതാണ് ഒരു ബാധയും നിൻ്റെ ഭവനത്തെ പ്രവേശിക്കത്തില്ല. ചൊല്ലി പറയണത്. പിന്നെ 1 കൊല്ലമായി ഇപ്പോൾ ഇന്ന് വരെ ഒരു പാമ്പിനെ പോലും കുടുംബത്തിൽ കണ്ടിട്ടില്ലെന്ന്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. അതായത് ഒരു വ്യക്തി വിശ്വാസത്തെ വളർന്നു കഴിയുമ്പോൾ ഇത്രയും നാൾ കൈകാര്യം ചെയ്യാൻ പാടില്ല വിഷയമൊക്കെ വെറുതെ പുഷ്പം പോലെ കൈകാര്യം ചെയ്യണം. അത് കാര്യം എന്താണ്? ഇവളിപ്പോൾ അതോറിറ്റിയായി, ഉടമ്പടിയുടെ ഒരു ഉടമസ്ഥതയായി. നമ്മൾ ഉണക്ക ഉടമ്പടിയെക്കുറിച്ചും അതുപോലെ തന്നെ ഫ്രഷ് ഉടമ്പടിയെക്കുറിച്ചൊക്കെ പറയുമ്പോഴും ഉടമ്പടിയുടെ ഒരു ഉടമസ്ഥൻ ഉടമ്പടിയുടെ ഒരു ഉടമസ്ഥ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റസാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പദവിയാണ്. എന്താണ് നിൻ്റെ പദവി എന്ന് ചോദിച്ചാൽ ദൈവതിരുസേനയിൽ പറയണം, ഞാൻ ഉടമ്പടിയുടെ ഉടമസ്ഥയാണെന്ന് പറയണം. എന്താ കാര്യം? ഉടമ്പടിയിലൂടെയാണ് ഞാൻ ജീവിക്കണത്. എൻ്റെ ജീവിതത്തെ ഞാൻ സ്നേഹിക്കുന്നതിന് വേണ്ടി ദൈവം തന്നിട്ടുള്ള തെറ്റാത്ത ദൈവികമായ സ്വർഗീയ പദ്ധതിയാണ് ഉടമ്പടി. അതനുസരിച്ചാണ് ഞാൻ എൻ്റെ ജീവിതം ക്രമീകരിക്കുന്നത്. എൻ്റെ നിലപാടുകൾ, എൻ്റെ സ്വഭാവങ്ങൾ, എൻ്റെ പെരുമാറ്റങ്ങൾ എല്ലാം ഉടമ്പടി പ്രകാരമാണ്. അങ്ങനെ ഉടമ്പടി പ്രകാരമായിട്ട് തന്നെയാണ് നീ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നീ ആരായി മാറും? ഉടമ്പടിയുടെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഉടമസ്ഥ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി എടുക്കുന്ന ഞങ്ങള് ഉടമ്പടി ജീവിതത്തിന്റെ ഉടമസ്ഥരാകാൻ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി ഇവളെയും കല്യാണം കഴിച്ചിട്ടാണ് ഇനി തോബിയാസ് യാത്ര ചെയ്യണത്. ആ പണവും വാങ്ങിച്ച് യാത്ര ചെയ്യും. വീട്ടിൽ ചെല്ലുമ്പോഴുണ്ട്, അപ്പം നോക്കുമ്പോഴുണ്ട് തോബിയാസിൻ്റെ കൂടെ വേറൊരു പെണ്ണ് കൂടി കയറി വരുന്നത്. തോബിത്താണ് അപ്പൻ. അപ്പം അപ്പനെ സംബന്ധിച്ചിടത്തോളം എന്താ പ്രോത്സാഹനം വെച്ചാൽ അപ്പൻ്റെ അന്നയാണിത് പറഞ്ഞു കൊടുക്കണത്, നമ്മുടെ മകൻ്റെ കൂടെ ഒരു പെണ്ണ് നിൽപ്പുണ്ടെന്ന് പറയണം. പക്ഷേ ആത്മാവിൽ ഇയാൾക്കറിയാം ദൈവം ചെയ്ത കാര്യങ്ങളാണെന്നറിയാം. പക്ഷേ അതേസമയം തന്നെ ഇപ്പോൾ അസറിയാസ് റാഫിൽ മാലാഖ പറഞ്ഞിട്ടാണല്ലോ ഇതെല്ലാം ചെയ്യണം. ദൈവമാണ് ഇതെല്ലാം പറഞ്ഞ് ചെയ്യിക്കണം ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇത് തുടങ്ങിയത് എങ്ങനെയാണ്? ഉടനെ അസറിയാസ് പറയും, ഇനി ചെയ്യേണ്ടത് ദൈവം നിനക്ക് തന്ന ജീവിത പങ്കാളി അപ്പം കാണണ്ടേ, അപ്പം അന്ധനായിരിക്കുകയാണ്. അപ്പനൊരു സൽപ്രവൃത്തി ചെയ്ത് അന്ധനായ മനുഷ്യനാണ്. അപ്പനൊരു സാപത്ത് ദിവസം ഉപവസിച്ചിട്ട് അവസാനം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിരുന്നുശാല വന്നപ്പോൾ
ആൾക്കാർ വന്ന് പറഞ്ഞ് ഒരു ശവം കിടക്കണമെന്ന് പറഞ്ഞ് പട്ടണത്തിൽ. അപ്പൻ വിശന്ന് രാവിലെ മുതൽ വൈകുന്നേരം വിശന്നിട്ട് സന്ധ്യയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നപ്പോഴാണ് ശവം കിടക്കണമെന്ന് പറഞ്ഞത്. ഉടനെ അപ്പൻ എന്ത് ചെയ്ത് ആ ശവം പോയി മറവ് ചെയ്ത് ശവം മറവ് ചെയ്ത അന്ന് ശേഷം അവിടെ ശിക്ഷ ഉള്ളതാണ്. പക്ഷേ ദൈവത്തിൻ്റെ പേരിൽ സൽപ്രവൃത്തിയാണ് ശവം മറവ് ചെയ്യണമെന്ന് ഉള്ളത് കൊണ്ടാണ് ആ മനുഷ്യൻ അതിനെ മറവ് ചെയ്തിട്ട് തിരിച്ചു വന്നത്. അപ്പം അങ്ങനെ മറവ് ചെയ്തിട്ട് തിരിച്ചു വന്ന് തളർന്നു വരുമ്പോൾ ഒരു മതിലിൻ്റെ അരികിലിരിക്കും. അവിടെ ഇരുന്ന് ചാരി ഒന്ന് ഉറങ്ങിപ്പോകും. അപ്പം മതിരെ വന്നിരുന്ന കുഞ്ഞാറ്റക്കിളികൾ കാട്ടിച്ചിട്ട് ഇയാളെ കണ്ണീ വീഴും, കണ്ണ് കാഴ്ച പോകും. അപ്പോൾ സൽപ്രവൃത്തി ചെയ്തിട്ട് പണി മേടിച്ച ആളാണ് ഇയാൾ. നിങ്ങൾ ഓർക്കണം, ദൈവത്തിൻ്റെ പൈതലാണ്, ദൈവത്തിൻ്റെ നീതിമാനാണെങ്കിലേ സംഭവിക്കണതെല്ലാം ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരം ദൈവത്തിൻ്റെ ഉപരിമഹത്വത്തിനായിരിക്കും. ഇപ്പോഴും അന്ധനായ അപ്പൻ്റെ അടുത്ത് മകൻ കല്യാണം കഴിച്ചുകൊണ്ട് ജീവിത പങ്കാളിയുമായിട്ട് വരുമ്പോൾ അപ്പോഴും അസ്ത്രീയാസമുണ്ട്. വിട്ടുമാറാതെ നിൻ്റെ ജീവിതത്തിൽ മത്സ്യങ്ങൾ വന്നാലും നിൻ്റെ ജീവിതത്തിൽ കുഞ്ഞാത്തക്കരുകൾ നിൻ്റെ കണ്ണ് കളഞ്ഞാലും നിന്നെ വിട്ടുമാറാത്ത ദൈവത്തിൻ്റെ ദൂതൻ, ദൈവത്തെ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും ഞാൻ എൻ്റെ ദൂതനെ നിനക്കൊന്നും ഭയക്കുമെന്നുള്ള കുടമ്പടിയുടെ പ്രഖ്യാപിതമായ വാഗ്ദാനമാണ്. ദൈവപൈതലെ, നീ കാണാത്തൊരു ദൂതൻ നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം നിന്നെ നയിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, കർത്താവിനു കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ നാമത്തിൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ആധ്യാത്മിക ജീവിതത്തിന്റെ അകവും പുറവും എന്നെ കാണിച്ചു തരുന്ന ദൈവവചന വെളിപാടുകളെ ഓർത്തുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു. എന്റെ കർത്താവേ, എന്റെ ജീവിതത്തിലെ സംഭവിക്കുന്നതെല്ലാം അറിഞ്ഞുകൊണ്ടാണെന്ന് എന്റെ ഉയർച്ചയ്ക്കായി അതിനെ ക്രമീകരിക്കുവാൻ അങ്ങേക്ക് പദ്ധതി ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് കർക്കശമായ വിശ്വാസ ജീവിതത്തിൽ നയിക്കുവാൻ എന്നെ സഹായിക്കണമേ. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും അവളുടെ കയ്യിൽ ആ ദ്വൈവ്യാസന്റെ കയ്യിൽ ആ കയ്പ ഇരിപ്പുണ്ട്. കട്ടും കയ്പയും. കയ്പെന്ന് പറയുന്നത് എന്താണ്? കട്ടില്ലേ, കട്ടിനാണ് നമ്മൾ കട്ടെന്ന് പറയത്തില്ല, അതിനാണ് കയ്പ് എന്ന് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മീനിൻ്റെ എന്താ എടുത്തുകൊണ്ട് പോകുന്നത്? അവർ ആ കരളും കയ്പ എടുത്തുകൊണ്ട് പോകുന്നത്, ചങ്ക എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ എന്നാ പറഞ്ഞത്? ഇപ്പോൾ അസ്ത്രീയാസ്ത്രീ കൊണ്ടുവിടാം. ഓരോ സമയത്തും ദൂതൻ കൂടെ ഉണ്ടാവും. ഇവർ ദൂതൻ എന്താ വിട്ടു പോകാത്തത്? ഇവരുടെ ജീവിതത്തിൻ്റെ നിലപാട് കൊണ്ടാണ് ദൂതൻ വിട്ടു പോകാത്തത്. ദൂതൻ ഇപ്പോഴും ഉണ്ട്. ആ യാത്ര പൂർത്തിയാക്കുകയാണ്. ശുഭമാക്കുക എന്നുള്ള ഈ ദിവസങ്ങളൊക്കെ കർത്താവ് പറയുന്ന വാക്കുകളല്ലേ. ഇവിടെ യാത്ര ശുഭം കണ്ട, അതായത് ഇപ്പോഴും അസ്ത്രീയാസ് പറയും, ഇനി നീ അന്ധനായ അപ്പൻ്റെ കണ്ണിലേക്ക് ആ കയ്പ പിഴിഞ്ഞൊഴിക്കാൻ പറയും. 11:7-8 റഫായേൽ പറഞ്ഞു, തോബിയാസ് നിന്റെ പിതാവിന് കാഴ്ച ലഭിക്കുമെന്ന് എനിക്കറിയാം. കയ്പ അവന്റെ കണ്ണുകളിൽ പുരട്ടണം. ചൊറിച്ചിൽ അനുഭവപ്പെടുമ്പോൾ അവൻ കണ്ണു തിരുമും. അപ്പോൾ വെളുത്ത പാടകൾ പൊഴിഞ്ഞു വീഴുകയും അവൻ നിന്നെ കാണുകയും ചെയ്യും. അതായത് തോബിയാസിൻ്റെ അപ്പനാണ് തോബിത്ത് അന്ധനായിരുന്നു. ആ കുരുവെന്ന് കട്ടിച്ച് കണ്ണുപോയതാണ്. ആ കണ്ണ് തിരികെ എടുക്കാൻ വേണ്ടിയാണ് മീനിനെ കൊണ്ടുവന്നിരിക്കുന്നത്. കണ്ടില്ലേ? ആദ്യം പക്ഷേ മീൻ വിഴുങ്ങാൻ വന്ന പോലെയാണ് നമുക്ക് തോന്നിയത്.
പക്ഷേ മിഴുങ്ങാൻ വന്നതുകൊണ്ട് നമ്മൾ അറ്റാക്ക് ചെയ്ത് അതിനെ പിടിച്ചെടുക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതായത് ഇവർ ഉടമ്പടി, അപ്പനും മകനും ഉടമ്പടി ജീവിക്കുന്നവരാണ്. അപ്പനും മകനും ഉടമ്പടി കർക്കശമായിട്ട് തെറ്റാത്ത രീതിയിൽ ഉടമ്പടി ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും ദൈവത്തിൻ്റെ നിശ്ചയങ്ങളുണ്ട്, ദൈവത്തിൻ്റെ നിയോഗങ്ങളുണ്ട്. അതെല്ലാം അവസാനം ശുഭമായി. ഇപ്പം നമ്മൾ ഈ എഫേസ്യൻസ് വായിക്കത്തില്ലേ? എന്താണ് 3:20 വായിച്ചേ? നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ, ഒന്ന് പറഞ്ഞേ, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. പറ്റൂ. പോയതെന്തിനാണ്? കടം മേടിക്കാൻ തിരിച്ചു, ആ വെള്ളി ഏൽപ്പിച്ച് തിരിച്ചു വാങ്ങിക്കാൻ പോയതാണ്. എന്തെല്ലാം കിട്ടിയെന്ന് നോക്കിയാൽ എൻ്റെ ഇടയ്ക്ക് എന്തെല്ലാമാണ് കിട്ടിയിരിക്കുന്നത് നോക്കിയേ. അതായത് തോബിയാസിന് ജീവിത പങ്കാളിയെ കിട്ടി, അതേസമയം തന്നെ അപ്പൻ്റെ കണ്ണ് തെളിഞ്ഞു. ഇതെല്ലാം ഇടയ്ക്ക് സംഭവിക്കുന്ന വിഷയങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടിയുടെ കാർക്കശ്യങ്ങളിൽ ഒത്തുതീർപ്പില്ലാതെ നിങ്ങൾ എന്ത് ഉടമ്പടി ചെയ്യുമ്പോഴും അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്താണ്? കർത്താവ് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമുണ്ട്. എന്താണ്? ഇവരെക്കാൾ അധികമായി. എന്തിനാണ് നിങ്ങൾ ഉടമ്പടി എടുത്തിരിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ. യോഹന്നാൻ 21:15 അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോൾ ഇവരെക്കാൾ അധികം എന്ന് പറയുമ്പോൾ വ്യക്തികളാണ് അവിടെ കാണുന്നത്. അതിൻ്റെ തന്നെ വേറെ ഒരു വശമാണ് ഇതിനേക്കാൾ അധികമായി. ഇവരെക്കാൾ അധികം എന്ന് പറയുന്ന പോലെ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണ്? ഇതിനേക്കാൾ അധികമായി. ഇവരെന്ന് പറയുമ്പോൾ പേഴ്സണാണ് അവിടെ വരണത്. നമ്മുടെ ജീവിതാനുഭവം നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് വ്യക്തികൾ മാത്രമല്ല. ഇപ്പോൾ നിങ്ങൾക്കൊരു രോഗമുണ്ട്, അതിന് നിങ്ങളത് ഡെസ്പാണ് ശരിക്കും. അപ്പോൾ കർത്താവ് നിങ്ങൾ ചോദിക്കും, നിങ്ങൾ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന വിഷയം അതല്ലേ? അതിനേക്കാൾ അധികമായി നീ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടോ? അതാണ് ചോദ്യം. മനസ്സിലായില്ലേ? ഇപ്പം നീ ഒരു ചിട്ടി വീഴാൻ വേണ്ടി ഉടമ്പടി ഇട്ട്, ചില ആൾക്കാർ ചിട്ടി വീഴുന്നുണ്ട്, നല്ല കാര്യം. അത് നിങ്ങൾ പറയണ പോലെ ഒന്നുമല്ല, അത് ശരിക്കും കറക്റ്റായിട്ട് ഇപ്പോൾ ഒത്തിരി സാക്ഷ്യം റെക്കർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ദൈവികമായ ഇടപെടലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാര്യം ഒരു മനുഷ്യൻ്റെ കണ്ണുനീര് അതുകൊണ്ടാണ് തുടക്കണമെങ്കിൽ ദൈവം കൈ നീളുമെന്ന് പറഞ്ഞ ഉറപ്പാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നീ പിന്നെ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് മങ്ങൽ വരുത്തിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ കൗണ്ട് ചെയ്യണത് എങ്ങനെയാണ്? നീ ദൈവത്തെക്കാൾ അധികമായിട്ട് ചിട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്ന പ്രശ്നം. ഇതിങ്ങനെ കുറേ പെണ്ണുങ്ങൾക്ക് പണിമേടിക്കണം ഇങ്ങനെയാണ്. എന്ന് വെച്ചാൽ അവരൊരു കാര്യം ചെയ്യും, അവർ ചിലപ്പോൾ നിങ്ങളോർക്കും ഈ പ്രാവശ്യം റിസൾട്ട് വരുമ്പോൾ ഈ പ്രാവശ്യം എല്ലാം മുഴുവൻ ഞാൻ ജയിക്കും. പക്ഷെ അവർ ഉടനെ തോറ്റു പോകുമ്പോൾ ഉടനെ പിന്നെ അവർ ഉടമ്പടി ചെയ്യത്തില്ല, പ്രാർത്ഥിക്കത്തില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ദൈവത്തെക്കാൾ അധികമായി IELTS-നെ, നിങ്ങൾ പ്രൊഫഷനെ സ്നേഹിക്കുന്നു. ദൈവത്തിന് പിടികൊടുത്തില്ലേ? ദൈവത്തിന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അച്ഛൻ പറഞ്ഞാൽ മനസ്സിലായോ? അതായത് നിങ്ങൾ ഒരു വിഷയം, ഇപ്പോൾ നിങ്ങളൊരു വസ്തു വിൽക്കാൻ വേണ്ടി നിങ്ങൾ ഉടമ്പടി എടുത്തിരിക്കണം എന്ന് വിചാരിച്ചോ. വസ്തു വിൽക്കണം, അത് ജപ്തിയായി പോകണമെങ്കിൽ നിങ്ങൾക്ക് വിൽക്കണം, ഉടമ്പടി എടുത്തിരിക്കുകയാണ്. പക്ഷേ ദൈവത്തിന് വേറെ പദ്ധതിയുണ്ട്. ഇപ്പോൾ സെലു തന്നെ എൻ്റെ അടുത്ത് വന്നപ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛാ 6 പ്രാവശ്യം ഞാൻ തോറ്റു, ഞാൻ യൂറോപ്പിൽ പോകുക, ഞാൻ ജയിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ, അപ്പം ഞാൻ അവിടെ എന്താ പറഞ്ഞത്? നീ ജയിക്കുക ഇല്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നീ യൂറോപ്പിൽ പോകുമെന്ന് പറഞ്ഞു. അതെന്താണ്? കർത്താവ് എന്നോട് പറഞ്ഞതാണത്. ഇവളുടെ പ്രമാണം കൊണ്ട് ഈ വിസയുടെ കോപ്പി അല്ലെങ്കിൽ ഇവിടെ തന്ന പേപ്പർ കൊണ്ടുപോയി കർത്താവിൻ്റെ അടുത്ത് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് തന്ന നോട്ടാണ്, എൻ്റെ ഉള്ളിൽ തന്ന നോട്ടാണ്. ഞാൻ പറഞ്ഞ് നീ ജയിക്കോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നീ പോകുമെന്ന് കർത്താവ് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാ പറ്റിയിരിക്കണത്? എന്നാ പറ്റിയ? അവളെ തിരിച്ച് അവളുടെ ഏജൻസി തന്നെ, ഏജൻസിക്ക് അവർ 4 ലക്ഷം രൂപ കൊടുത്തായിരുന്നു നേരത്തെ. എന്നിട്ടാണ് ഇവിടെ തോറ്റിരിക്കണത്. ഇപ്പോൾ എന്നാ പറ്റിക്കുന്നത്? ഇവിടെ അത് ഫോർവേഡായിപ്പോയി. ഇതിൻ്റെ ഓണർ അവളെ തിരിച്ച് വിളിക്കും. ഈ അയർലൻഡിൽ നിന്ന് ഓണർ തന്നെ വിളിക്കും, ചോദിക്കും നിങ്ങൾ എത്ര രൂപയാണ് ഏജൻസിക്ക് കൊടുത്തതെന്ന് പറയും. അപ്പോൾ ഓണർ പറയും, അത് ഓണറിനോട് ഇവൾ പറയും അത് പറയാൻ പറ്റത്തില്ല, കോൺഫിഡൻഷ്യലാണ് എന്ന് പറയും. അപ്പോൾ ഓണർ പറയും, നിങ്ങളെ വേണമെങ്കിൽ എനിക്ക് നിങ്ങൾ 5 പൈസ വാങ്ങിക്കാതെ ഇവിടെ കൊണ്ടുവരാൻ പറ്റും. ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാരിൽ നിന്ന് ഒത്തിരി പൈസ വാങ്ങിക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്രയും പൈസയുടെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് നിങ്ങൾ സത്യം പറയാൻ പറയും.
ഉടനെ അവർ പറയും ഞാൻ 15 ലക്ഷം ഏജൻസിക്ക് കൊടുത്തു, 5 ലക്ഷം പ്രോസസ്സിങ് ചാർജ്, 20 ലക്ഷം എന്ന് പറയും. ഉടനെ ഓണർ പറയും എൻ്റെ ഫേമിലാണ് നിങ്ങൾ വർക്ക് ചെയ്യണത്, 5 പൈസ അടക്കണ്ട, നിങ്ങൾക്ക് വിസ ഫ്രീ ആയിട്ട് തരാമെന്ന് പറയും. നോക്കിയേ, വിഷയം കണ്ടില്ല, ഒരു IELTS ഇല്ല, പരീക്ഷയില്ല, ഒന്നുമില്ല, പൈസ ഇല്ല. അമ്മ റിക്രൂട്ട് ചെയ്യുമ്പോഴുണ്ടല്ലോ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവളോട് പറയണത്, നീ പോകുമോ, നീ ജയിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നീ യൂറോപ്പിൽ പോയിരിക്കും. അപ്പോൾ അത് സെറ്റായി കഴിഞ്ഞപ്പോൾ അവൾ ചിന്തിച്ച് മാതാവിൻ്റെ അടുത്ത് വന്ന് അവൾ പറഞ്ഞു, അമ്മേ ഞാൻ 5 ലക്ഷം കൊടുത്തല്ലോ, എനിക്ക് വേണ്ടി ചില പ്രോസസ്സിങ്ങിന് വേണ്ടി 2.5 ലക്ഷം ചിലവായി കാണും. അപ്പോൾ 2.5 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം എനിക്ക് തിരിച്ചു തന്നാൽ എനിക്ക് കുറച്ച് പർച്ചേസ് നടത്താൻ പറ്റുമല്ലോ. നമുക്ക് മനസ്സിൽ വരുന്ന കാര്യം വന്നതുപോലെ അങ്ങ് പറയണം. അവൾ എന്നിട്ട് ഉടനെ പഴയ ഏജൻസി 5 ലക്ഷം മേടിച്ച ഏജൻസിയോട് പറയും, എനിക്കിങ്ങനെ അവിടുന്ന് ഫ്രീ വിസ തന്നു, ഞാൻ പോവുകയാണ്, എനിക്ക് എൻ്റെ പൈസ അത്രയും ചിലവായില്ലെങ്കിൽ 1 ലക്ഷം രൂപ എനിക്ക് തരാമെന്ന് ചോദിക്കും, തിരിച്ചു തരാമെന്ന് ചോദിക്കും. 5 ലക്ഷം രൂപ ചിലവായില്ലെങ്കിൽ 1 ലക്ഷം രൂപ എനിക്ക് തിരിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അയാൾ എന്ത് പറയുന്നറിയാമോ, മാഡം ഇതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് 1.5 ലക്ഷം രൂപയെ പ്രോസസ്സിങ് ആയിട്ടുള്ളൂ, ബാക്കി 3.5 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട്, അത് നിങ്ങൾക്ക് തിരിച്ചു തരാമെന്ന് പറയും. അത് മദർ ഇടപെട്ടുമ്പോൾ വിഷയമെല്ലാം മാറും. ചിലർ വരുമ്പോൾ ചരിത്രം വഴിവാന്ന് മദർ ഇടപെടുമ്പോൾ മൊത്തം വിഷയങ്ങൾ മാറുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളിങ്ങനെ ചതഞ്ഞും നനഞ്ഞ് ഉണങ്ങി നിൽക്കരുത്. നിങ്ങൾ കൃത്യമായിട്ട് ഉടമ്പടി ഒരു ജീവിത രീതിയായിട്ട് എടുത്തിട്ട് ദൈവത്തിനൊന്ന് ബോധ്യപ്പെടുത്തണം. എന്താ കാര്യം, ഞാൻ സത്യസന്ധമായിട്ടാണ് ഉടമ്പടി ജീവിക്കണത്. ഈ 90 ദിവസത്തേക്ക് വേണ്ടിയുള്ള അഭ്യാസമൊന്നുമല്ല, എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞാൽ അന്ന് മുതൽ ഈ വിഷയം ക്ലിയർ ആകും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ജീവിത രീതിയാണ്. ഇത് അങ്ങനെ ജീവിത രീതിക്ക് വെല്ലുവിളിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യം. പക്ഷേ പറ്റുന്നവരെല്ലാവരും, കാര്യം ഇതിനേക്കാൾ മെച്ചമായ ഒരു ക്രിസ്ത്യൻ ലൈഫ് സാധാരണ മനുഷ്യൻ സാധ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് വരെ പരിചയമില്ലെന്ന് മാത്രമേ എനിക്ക് ഉത്തരവായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. എന്താ കാര്യം, ഇത് അത്ര കണ്ട് മഹത്തരമായ ശ്രേഷ്ഠമായ ജീവിതമാണ്. ഇത് ദൈവം തന്നെ ഈ വിളിയിലോട്ട് നിന്നെ വിളിച്ചിരിക്കുകയാണ്. ദൈവം തന്നെ നിന്നെ വിളിച്ചിരിക്കുകയാണ്. കാര്യം എന്താണ്, നീ ഇതിനുള്ള സാധ്യതയുള്ള ജന്മമായിട്ട് ദൈവത്തിന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് നിന്നെ അർപ്പിച്ച വിശ്വാസം നീ കളങ്കപ്പെടുത്താതെ നീ പറ്റുന്നത്രയും ദൈവത്തോട് ഒപ്പിച്ച് സുവിശേഷ സാക്ഷിയായി ജീവിക്കാൻ വേണ്ടി ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, സ്തുതി, ആരാധന, വന്ദനം വരും നാളു വരുന്നു, നിന്ദനത്തിൽ നീ ഇന്നു സന്തോഷിക്കുവിൻ. വന്ദനം വരും നാളു വരുന്നു, നിന്ദനത്തിൽ നീ ഇന്നു സന്തോഷിക്കുവിൻ. സന്തോഷിക്കുവിൻ കുഞ്ഞെ, സന്തോഷിക്കുവിൻ. നിന്ദനത്തിൽ നീ ഇന്നു സന്തോഷിക്കുവിൻ. നിസ്സാരമാ നിസ്സാരമാ നീറും ദുഃഖങ്ങൾ നിസ്സാരമാ, നാളെ വരുന്ന മഹിമയൊക്ക ഇന്നീ ദുഃഖങ്ങൾ നിസ്സാരമാ. രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ്. എൻ്റെ മക്കളെ, കർത്താവ് നമ്മോട് വളരെ സുന്ദരമായിട്ടും ഹൃദ്യമായിട്ടും നിങ്ങളെ ആവേശഭരിതരായിക്കൊണ്ടാണ് കർത്താവിൻ്റെ ആത്മാഭിഷേകത്തിലെ ഈശോ നമുക്ക് വചനങ്ങൾ നൽകിയത്. നിങ്ങൾ കഷ്ടപ്പെട്ട് വിഷമിച്ച് വേദനിച്ച് കർത്താവിൻ്റെ ദിവസം ഇവിടെ എത്തിയത് ദൈവമാണ് നിങ്ങളെ കൊണ്ടുവന്നതെന്ന് ബോധ്യം ഉണ്ടാകണം. ഈ മാതാവിൻ്റെ മണ്ണിൽ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവമാണ് ചവിട്ടിച്ചിരിക്കണമെന്ന് ബോധ്യം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം നിങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പെൺമക്കളെ, അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ പറയാം. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. കർത്താവിൻ്റെ കൃപ നിങ്ങളിലേക്ക് ആവശ്യിക്കപ്പെടുകയും നിങ്ങൾക്ക് ഈ വിഷയത്തിൽ സാക്ഷ്യം പറയാൻ സാധിക്കുകയും ചെയ്യും. മനുഷ്യൻ്റെ കണ്ണുനീരിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ദൈവം ഈ കുഞ്ഞു സ്ഥാപനം സൃഷ്ടിച്ചിരിക്കുന്നത്. 10,000-കണക്കിന് സാക്ഷികളുടെ പിൻബലം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നീ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ, എന്നിലൂടെ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ള വചനങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി കണ്ണുനീരോടെ നീ പ്രാർത്ഥിച്ചാൽ മാത്രം മതി.
അതുപോലെ തന്നെ ഉടമ്പടി എന്താണോ അതിൻ്റെ ആത്മാവനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള പ്രത്യേകമായ കൃപയാൽ ദൈവം നിന്നെ അഭിഷേകം ചെയ്യട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടമ്പടി നിബന്ധനകള് സദാപൂർവ്വം പാലിക്കാനുള്ള അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പങ്ക്രിയാസിലൊക്കെ കല്ലുള്ളവരുണ്ട്, കിഡ്നിയിൽ കല്ലുള്ളവരുണ്ട്. ഇങ്ങനെ ചില അവയവങ്ങളിൽ ഇതുപോലെ കല്ല് ഫോം ചെയ്യുന്നതുണ്ട്. അവിടെയെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം അടിപ്പെടുന്ന പോലെ വൈതാക്കാലം പോലെ നിബന്ധിച്ചുകൊണ്ട് നിന്നെ അതിൽ നിന്ന് ഓപ്പറേഷൻ ഇല്ലാതെ നിന്നെ കർത്താവ് സുഖപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കാം. നടുവ് വേദനയുള്ളവരുടെ നടുവ് പിൻകഴുത്തുകൾ ഇങ്ങനെ മുന്തിയിരിക്കുന്നുണ്ട്. അവരെല്ലാം അത് നടുവിന് ഡിസ്കിന് പ്രശ്നമുള്ളവരാണ്. പലപ്പോഴും ഇങ്ങനെ മുതുക് കുഞ്ഞ് പിൻകഴുത്ത് ഉന്തിയിരിക്കുന്നു. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അവർ പ്രാർത്ഥനയുടെ പരിധി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുടി വല്ലാണ്ട് കൊഴിഞ്ഞു പോകുന്നവർ, വല്ലാതെ മുടി കൊഴിഞ്ഞു പോകുന്നവർ, ശരീരം ചൂടാകുന്നവർ, പ്രഷർ വിട്ടുമാറാത്തവർ, ഷുഗർ രോഗികൾ, അതുപോലെ ശരീരങ്ങളെ അസ്ഥികളെല്ലാം ദ്രവിക്കുന്നവർ, അസ്ഥി സന്ധികളിൽ നീര് വെക്കുന്നവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ പ്രഷർ മാറ്റമില്ലാത്ത രീതിയിൽ നിൽക്കുന്നൊരു കിടപ്പ് രോഗികളുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കല്യാണം ഒത്തുവരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ജീവിത പങ്കാളി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ജീവിത പങ്കാളി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർക്കെല്ലാം അവരുടെ ജീവിതത്തിലെല്ലാം ദൈവത്തിൻ്റെ ഇടപെടൽ ഏത് തരത്തിലും ദൈവത്തിന് നിന്നെ സഹായിക്കാം. മറ്റു മനുഷ്യർ എന്നെ ശക്തനാക്കുന്നുണ്ട്, എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞത് നിൻ്റെ സങ്കടം എന്താണോ, നിൻ്റെ വിഷയം എന്താണോ, നിന്നെ ഏത് തരത്തിലും സഹായിക്കാൻ, ഏത് അവസ്ഥയിലും സഹായിക്കാൻ നിൻ്റെ ദൈവത്തിന് മാത്രമേ കഴിയൂ. ക്യാൻസറുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ശരീരം മുഴുവൻ വിസർപ്പ രോഗങ്ങൾ, സോറിയാസിസ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിസ്റ്റുല രോഗികൾ, PCOD രോഗികൾ, അതുപോലെ തന്നെ അർസസ് രോഗികൾ, അൾസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം അതുപോലെ തന്നെ ജോലി ഇല്ലാത്തവർ, ജോലി അന്വേഷിക്കുന്നവർ, ഓരോരോ പേപ്പറുകൾ, രേഖകൾ അന്വേഷിക്കുന്നവർ, കാത്തിരിക്കുന്നവർ, പരീക്ഷയുടെ റിസൾട്ടുകൾ കാത്തിരിക്കുന്നവർ, വസ്തു വിൽക്കാനുള്ളവർ, വസ്തു വാങ്ങാനുള്ളവർ, വീട് വിൽക്കാനുള്ളവർ, വീട് വെക്കാനുള്ളവർ, വീടിന് സമാധാനം ഇല്ലാത്തവർ, എല്ലാ മേഖല പൈശാചിക ബന്ധങ്ങൾ അഴിഞ്ഞു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഇട്ടുമുഴുക്കാൻ പോലെ സ്തുതിക്കട്ടെ. ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ അടിപ്പെടുന്ന പോലെ വൈതാഘാതം പോലെ ദൈവികമായ സത്യം നിങ്ങൾ സ്ഥിരപ്പെടുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഉച്ച മുതൽ ഉള്ളം കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഈശോയുടെ ശ്രദ്ധയുടെ ഈശോ കുഞ്ഞു കമ്പോളങ്ങൾ നടത്തുന്നവര്, കടകൾ നടത്തുന്നവര്, വ്യാപാരങ്ങൾ നടത്തുന്നവര്, വരുമാനമായി നിന്നുപോയവര്, സാമ്പത്തികമായി ഞെരുക്കമുള്ളവര്, കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിക്കുന്നവര്, ലഹരിവർദ്ധന അടിപ്പെട്ടു പോയവര്, ഇങ്ങനെ ഓരോരോ കുടുംബങ്ങളില് പിരിഞ്ഞു പോയവര്, പിരിഞ്ഞു പോയ കേസിലായിരിക്കുന്നവര്, പോസ്കോ കേസ് അകപ്പെട്ടു പോയവര്, ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തില്, കുരിശിന്റെ അടയാളത്തില്, ദൈവത്തിന്റെ ശക്തിയാൽ രേഖകൾ ഒപ്പിടാനുള്ളവര്, പ്രമാണം നടക്കാനുള്ളവര്, കേസുകൾ പറഞ്ഞു തീർക്കാനുള്ളവര്, കാണാതെ പോയ വ്യക്തികളെ, കാണാതെ പോയ വസ്തുക്കളെ, കാണാതെ പോയ ജീവിതത്തിന്റെ അവസ്ഥകള്, സസ്പെൻഷനിലായിരിക്കുന്നവര്, കേസ് നഷ്ടപ്പെടുന്നവര്, ജോലി നഷ്ടപ്പെട്ടവര്, ജോലി ഇല്ലാതെ വീട്ടിൽ നിൽക്കുന്നവര്, എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തില്, കുരിശിന്റെ അടയാളത്തില്, ദൈവശക്തിയാൽ മാറിയ തടസ്സങ്ങള്, ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള് യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ആരാധന ദൈവപിതാവേ, നന്ദി ദൈവപിതാവേ, മഹത്വം ദൈവപിതാവേ, ആരാധന. നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാകൂ. നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ,
വന്നു ജീവനേകൂ ഞങ്ങളിൽ വാസമാക്കൂ. മൗനമായി പ്രാർത്ഥിക്കട്ടെ. മുട്ട നിൽക്കുക, കൈകൾ കൂപ്പി കർത്താവിനെ നോക്കിക്കൊണ്ട് മൗനമായി പ്രാർത്ഥിക്കട്ടെ. അഭിഷേകത്തിൻ്റെ വലിയ സ്വർഗീയ നിമിഷങ്ങളിൽ നമ്മളായിരിക്കുന്നു. ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കടകമ്പോളങ്ങൾ, ചെറിയ വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ, വരുമാന മാർഗം നഷ്ടപ്പെട്ടവരുണ്ട്, വരുമാന മാർഗം കെട്ടുപോയവരുണ്ട്. അവർക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. കാതിൽ നിന്ന് കൊടുകൂടെ പഴുപ്പ് ഇടത് കാതിൽ നിന്ന് പതിപ്പ് ചാടുന്നവരെ കാണുന്നുണ്ട്. കർത്താവ് സുഖപ്പെടുന്നവരുടെ കർത്താവിന് സന്ദേശമുണ്ട്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗസൗഖ്യ സന്ദേശത്തിന് നന്ദി പറയുന്നു. ഓപ്പറേഷൻ ചെയ്തതാണ്, ഓപ്പറേഷൻ കഴിഞ്ഞതാണ്, എങ്കിലും അവിടെ പഴുപ്പൊന്നുമില്ല, പക്ഷേ വേദന ഉണ്ട്. അത് വിട്ടുമാറാത്ത രീതിയിൽ വേദന, റീ ഓപ്പറേഷൻ വേണമെന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കർത്താവ് വ്യക്തിയെ സ്പർശിക്കുന്നുണ്ട്. ശ്രുതിക്കട്ടെ. ശത്രുത കനപ്പിച്ച് ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട്. ശത്രുത കനപ്പിച്ച് കൊണ്ടുനടക്കുന്നുണ്ട്. അവർ എണിപാമ്പും കളി പോലെയാണ്. 99 ചെന്നിട്ട് നേരെ വിഴുങ്ങി പാമ്പ് 2 കൊണ്ട് മഞ്ചരിക്കുകയാണ്. കൃപയുടെ ജീവിതം 0-2 കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജീവിതം മാറാതെ ഒരു മാർഗ്ഗവുമില്ല. ക്ഷമയുടെയും ദയയുടെയും നന്മയുടെയും വിശ്വസ്തയുടെയും ആത്മസംയമനത്തിൻ്റെയും സർവ്വപരി സുവിശേഷത്തിൻ്റെ ശക്തമായ വരങ്ങളാൽ അഭിഷേകം ചെയ്യാൻ വേണ്ടി ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. സമാപനാശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എഫേസ്യൻസ് 3:20 തിരുവചനത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിൽ എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ഈശോയെ, ഇന്നത്തെ ഉടമ്പടി ആരാധനയിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു. നമ്മളെ വിഴുങ്ങാൻ വരുന്ന പ്രശ്നങ്ങളെല്ലാം ദൈവത്തിൻ്റെ ശക്തി അധികമായി നമ്മിൽ പ്രവർത്തിച്ച് വൻ കാര്യങ്ങൾ നമ്മിൽ ചെയ്യാനുള്ള ദൈവത്തിൻ്റെ പദ്ധതികളാണെന്ന് നീ വെളിപ്പെടുത്തി തരികയായിരുന്നു. എന്നെ ശക്തരാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന തിരുവചനത്തിൻ്റെ ആ വലിയ അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രശ്നമേഖലകളിലും ഉണ്ടാകുവാൻ കരുണയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാക്കൂ. നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, ജീവനേകൂ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.